ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ ഒരു ഔട്ടിങ്ങിന് പോകാൻ ഇറങ്ങിയതാണ്. ഞങ്ങൾ വന്നേക്കുന്നത് ലുലുവിലാണ്. എൻ്റെ ഫ്രണ്ടിന് കുറച്ച് പർച്ചേസ് ഉണ്ടെന്ന് പറഞ്ഞു, അപ്പോൾ അവൻ വിളിച്ചപ്പോൾ അവൻ്റെ ഒപ്പം പോയതാണ്. നമ്മൾ ഫസ്റ്റ് ലുലു പോയിട്ട് നേരെ ഹൈപ്പർ മാർക്കറ്റിൽ പോയിട്ട് നല്ലൊരു ചിക്കൻ മജ്ബൂസ് ബിരിയാണി മേടിച്ച് ഫുഡ് കോർട്ടിൽ പോയിരുന്നു. നല്ല ബിരിയാണിയൊക്കെ കഴിച്ച് നമ്മളത് കഴിഞ്ഞിട്ട് അവനൊരു ഷർട്ട് എടുക്കാൻ വേണ്ടി നമ്മളിങ്ങനെ നോക്കി നടക്കുകയാണ് ഫാഷൻ സ്റ്റോറിലൊക്കെ. അത് കഴിഞ്ഞ് നമ്മളവിടെ കുറച്ച് കളിപ്പാട്ടങ്ങളൊക്കെ വെറുതെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് നല്ലൊരു ഷർട്ടിൻ്റെ കട നോക്കി നടക്കുകയാണ് നമ്മൾ. ഇവന് ആണെങ്കിൽ ബ്രാൻഡഡ് ഷോപ്പൊക്കെ പിടിക്കത്തുള്ളൂ, ബ്രാൻഡഡ് ഷർട്ടൊക്കെ അവൻ എടുത്തുള്ളൂ. അപ്പം നമ്മളങ്ങനെ നേരെ റിബോക്കിൽ പോയി അവിടെ കുറച്ച് ഷർട്ടൊക്കെ നോക്കിയപ്പോൾ അവൻ ഇങ്ങനെ കുറേയൊക്കെ ഇങ്ങനെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൾക്ക് ഇഷ്ടപ്പെടുന്നതൊന്നും അവിടെ നിന്ന് അങ്ങോട്ട് കിട്ടുന്നില്ല. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് നോക്കിയൊക്കെ കഴിഞ്ഞ് നമ്മൾ പിന്നെ ഫാഷൻ സ്റ്റോറിൽ പോയി. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തൊട്ടപ്പുറത്തുള്ള മറ്റേ ഇങ്ങനത്തെ കുറേ ആൻറ്റീക്ക് ഐറ്റംസ് ഉള്ള ഷോപ്പിൽ പോയി. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ അവിടെ കുറച്ച് നേരം കറങ്ങി അടിച്ച് നിന്നിട്ട് അവിടെ കാണാനൊക്കെ നല്ല ഭംഗിയുള്ള ഐറ്റംസ് ഉണ്ട്. കയ്യിൽ നിന്ന് തറയിൽ വീണാൽ പൊട്ടാൻ എളുപ്പമായിട്ടുള്ള കുറേ ഐറ്റംസാണ്. പിന്നെ അതിന് നമ്മൾ അവിടെ നിന്ന് നല്ലൊരു മിറർ സെൽഫി വീഡിയോ ഒക്കെ എടുത്തിട്ട് നമ്മൾ നേരെ ഹാൻഡിൽ കളിക്കാൻ പോയി. അവിടെ പോയിട്ട് ഞങ്ങൾ വെറുതെ മറ്റേ തട്ടി കളിക്കുന്ന സാധനം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അവിടുത്തെ കുറേ ഗെയിംസൊക്കെ കളിച്ച് ഞങ്ങളത് കഴിഞ്ഞ് കുറച്ച് കളിപ്പാട്ടങ്ങളൊക്കെ നോക്കി കളിപ്പാട്ടങ്ങളൊക്കെ വെച്ച് കളിച്ച് പിന്നെ അവിടെ നിന്ന് നല്ല സ്മെല്ലുള്ള അത്രയൊക്കെ സ്മെല്ല് ചെയ്ത് നോക്കുകയാണ് ഏതിൻ്റെ മണമാണ് ഏറ്റവും നല്ലതെന്ന് അറിയാം. പിന്നെ നമ്മൾ വെറുതെ കറങ്ങിയടിച്ച് ലുലു ഫാഷൻ സ്റ്റോറിനകത്ത് പോയിട്ട് ഞാൻ അവിടെ ഒരു കുട്ടി പുലിയാന്ന് തോന്നുന്നു, പുലീനൊക്കെ ഇങ്ങനെ പിടിച്ച് നോക്കി. ഇർഫാൻ്റെ ഭാവി വധു നോക്ക് ഗൈസ്, ഇർഫാൻ്റെ ഭാവി വധു. അതിൻ്റെ ഒക്കെ അവൻ അവിടെ നിന്നിട്ട് അവിടെ നിന്ന് ഓരോ കമ്പും പോലും വലിച്ചെടുത്തിട്ട് ഓരോ കോപ്രായങ്ങളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ലുലുവിലെ പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഇറങ്ങിയിട്ട് നമ്മൾ ഡെക്കാത്ലോണിൽ ഗെയിംസ് കളിക്കാൻ വേണ്ടി വന്നേക്കാണ്. ഇവന് നല്ലോണം സ്കേറ്റിംഗ് അറിയാം, നല്ലോണം സ്കേറ്റൊക്കെ ചെയ്യും. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ മറ്റേ ബോക്സിങ്ങിനൊക്കെ പോയി. പിന്നെ അവിടെ നിന്ന് ഞാൻ എപ്പോൾ പോയാലും ഞാൻ അവിടെ ഓടിക്കുന്ന ഒരു സൈക്കിളാണോ എന്താണെന്ന് അറിയില്ല, എന്തോ ഒരു വണ്ടിയാണെന്നറിയാം. അങ്ങനെ ഞാൻ കുറച്ച് നേരം വണ്ടിയൊക്കെ ഓടിച്ച് നടന്ന് അവിടെ പോകുമ്പോൾ എനിക്ക് വണ്ടി ഓടിക്കാൻ സത്യം പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. നല്ല സ്മൂത്തായിട്ട് കാലുവേദന എടുക്കില്ല. അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ ഓടിച്ച് കഴിഞ്ഞ് നമ്മൾ അവിടെ പോയി നേരെ ഷട്ടിൽ കളിക്കാൻ കയറി. നമ്മളിവിടെ ഇപ്പോൾ വന്നാലും വണ്ടി ഓടിക്കും, ഷട്ടിലും കളിക്കും. അപ്പം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുപോലെ വണ്ടി കിട്ടി. സാധാരണ നമ്മളിവിടെ വരുമ്പോഴേക്കും നമുക്ക് ഒരു വണ്ടിയൊക്കെ കിട്ടാറുള്ളൂ, പക്ഷേ ഈ പ്രാവശ്യം നമുക്ക് 2 വണ്ടി ഫ്രീ ആയിട്ട് കിട്ടി. അപ്പം നമ്മൾ ഫോൺ ഇങ്ങനെ വെച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും വണ്ടി ഓടിച്ച് കളിച്ച് വീഡിയോ എടുക്കാണ്.